എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ പവർ ഹൗസാണ് കരൾ. ഭക്ഷണത്തിലെ പോഷകങ്ങളെ ഊർജ്ജമാക്കി മാറ്റുക, രക്തത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുക, ദഹനത്തിന് ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുക എന്നിങ്ങനെ സുപ്രധാനമായ ധർമ്മങ്ങളാണ് കരൾ നിർവഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ തെറ്റായ ഭക്ഷണരീതി, അമിതവണ്ണം, മദ്യപാനം, അനാവശ്യമായ മരുന്നുകളുടെ ഉപയോഗം എന്നിവ കരളിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. കരളിനുണ്ടാകുന്ന തകരാറുകൾ പലപ്പോഴും തുടക്കത്തിൽ ലക്ഷണങ്ങൾ കാണിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടം. ശരീരത്തിലെ പിത്തദോഷത്തെ ക്രമീകരിക്കുന്നതിൽ കരളിന് വലിയ പങ്കുണ്ട്. ഫാറ്റി ലിവർ, സിറോസിസ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ്. കരളിന്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്താമെന്നും കരളിലെ കൊഴുപ്പും വിഷാംശങ്ങളും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ലളിതമായ ഒറ്റമൂലികളെക്കുറിച്ചും നോക്കാം. രക്തത്തിലെ അധികമായ പഞ്ചസാരയെ കരൾ കൊഴുപ്പാക്കി മാറ്റുകയും അത് കരളിന്റെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഇതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. മധുര പലഹാരങ്ങൾ, മൈദ, വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് കരളിന്റെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും. ആയുർവേദ പ്രകാരം കയ്പുള്ള ഭക്ഷണങ്ങൾ കരളിനെ ശുദ്ധീകരിക്കാൻ ഉത്തമമാണ്. പാവയ്ക്ക, ചീര, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവ പിത്തരസത്തിന്റെ ഉൽപ്പാദനം ക്രമീകരിക്കുകയും കരളിന്റെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും. കരളിന്റെ ഏറ്റവും വലിയ ശത്രു മദ്യമാണ്. മദ്യത്തിലെ വിഷാംശങ്ങളെ സംസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കരളിന്റെ കോശങ്ങൾക്ക് നാശമുണ്ടാക്കുകയും ഇത് കാലക്രമേണ ലിവർ സിറോസിസ് എന്ന മാരകമായ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. അമിതവണ്ണം കരളിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ കാരണമാകും. ദിവസവും ചുരുങ്ങിയത് 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് കരളിലെ കൊഴുപ്പ് കുറയ്ക്കാനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സഹായിക്കും. കരളിനെ ശുദ്ധീകരിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഒറ്റമൂലികളെപ്പറ്റി നോക്കാം. ദിവസവും രാവിലെ 1 ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കുടിക്കുക. മഞ്ഞളിലെ കുർക്കുമിൻ കരളിലെ കോശങ്ങളിലെ നീർക്കെട്ട് കുറയ്ക്കാനും കൊഴുപ്പ് നീക്കം ചെയ്യാനും സഹായിക്കും. കരൾ രോഗങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഒറ്റമൂലിയാണ് കീഴാർ നെല്ലി. ഇതിന്റെ ഇല അരച്ച് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലെടുത്ത് പാലിലോ ഇളനീരിലോ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് മഞ്ഞപ്പിത്തം മാറാനും കരളിന് ബലം വർദ്ധിപ്പിക്കാനും സഹായിക്കും. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ നെല്ലിക്ക കരളിനെ വിഷാംശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ദിവസവും നെല്ലിക്കയുടെ നീര് കഴിക്കുന്നത് കരളിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ദിവസവും 1-2 അല്ലി വെളുത്തുള്ളി കഴിക്കുന്നത് കരളിനെ ശുദ്ധീകരിക്കുന്ന എൻസൈമുകളെ സജീവമാക്കാൻ സഹായിക്കും. കരളിലെ ചൂട് കുറയ്ക്കാനും പിത്തദോഷം ശമിപ്പിക്കാനും ദിവസവും ഇളനീർ കുടിക്കുന്നത് നല്ലതാണ്. കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കരളിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും.